2 കോടി രൂപ കാനറ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് 3.25 കോടി രൂപ അടച്ചു. ഇതെല്ലാം ഒരു കഥ പറയുന്നത് പുതിയ ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈശ്വരൻ കൊണ്ടുപോകുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ഓരോരുത്തരും അവരുടെ ചിന്താഗതിക്കനുസരിച്ച് തീരുമാനിക്കണം. 3.25 കോടി രൂപയിൽ 1.25 കോടി രൂപ പലിശ എടുത്തിട്ടാണ് ഞങ്ങൾ ഡോക്യുമെൻ്റ് കഴിഞ്ഞ 5-8 വർഷത്തിന് മുമ്പ് എടുത്തത്. അതിൻ്റെ ഇടയിൽ 6 തവണ ജപ്തിക്ക് വന്നു. പക്ഷേ ഞങ്ങൾ കുലുങ്ങിയില്ല, ഞങ്ങൾ പുറകോട്ടും പോയില്ല. നാട്ടുകാർ വെട്ടുകത്തിയായിട്ട് എൻ്റെ മുമ്പിൽ വന്നു. നാളെ വന്നാൽ തട്ടിക്കളയുമെന്ന് പറഞ്ഞ് ഒരു വിഭാഗം, മുഴുവനുമില്ല. ഞാൻ വന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, അവർ ജീവിച്ചിരിക്കുന്നുണ്ട്, സായിഗ്രാമം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കടമ്പകളിലൂടെ ഭീകരമായിട്ടുള്ള നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നാളെ ഭീകരമായി തോന്നുന്ന അവസ്ഥയിലാണ് ഈ സഞ്ചാരമുണ്ടായത്. എന്താണെങ്കിലും ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രധാനം ഈ 27 വർഷത്തിൻ്റെ ഇടയിൽ 1 രൂപ പോലും കേരള ഗവൺമെൻറ്റിൻ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ മേടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. അതുതന്നെ ജസ്റ്റിസ് ചന്ദ്രശേഖര മേനോൻ അദ്ദേഹത്തിൻ്റെ ഉപദേശമാണ്. ഒരു കാരണവശാലും ഗവൺമെൻറ്റിൽ നിന്ന് ലൈസൻസ് മേടിക്കുക, അംഗീകാരങ്ങൾ മേടിക്കുക, പക്ഷേ 1 രൂപ മേടിക്കരുത്. അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴുള്ളത് 100-ലധികം സ്ഥാപനങ്ങൾ, 100-ലധികം പദ്ധതികൾ, പ്ലസ് 300 ജീവനക്കാർ. ഇതെല്ലാം പെയ്ഡ് ജീവനക്കാരാണ്. അതിലാരും തന്നെ സേവനത്തിനുള്ളതില്ല. സേവനം ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് അവരർഹിക്കുന്ന പ്രതിഫലം കൊടുത്തുകൊണ്ടാണ് നടത്തുന്നത്. ഇവിടെ എത്തി സായിഗ്രാമം. ഇന്ത്യയിലെ 4ാമത്തെ വലിയ NGO, കേരളത്തിലെ 1ാമത്തെ വലിയ NGO ആയി ഇപ്പോൾ മാറി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കഥ തീരുമ്പോൾ പറയാനുള്ളത്. സായിഗ്രാമത്തിൽ ഏകദേശം 40ഓളം പദ്ധതികളുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനം മോണ്ടസോറി മുതൽ IAS അക്കാഡമി വരെയുണ്ട്. IAS അക്കാഡമിയുടെ ചെയർമാൻ ജയകുമാർ IAS ആണ്, ജയകുമാർ സാറാണ്. ഇവിടെയൊന്നും ക്യാഷ് കൗണ്ടറില്ല. 7-8 ക്ഷേത്രമുണ്ട്, അവിടെ വഴിപാട് രസീതുമില്ല, ഭണ്ഡാരവുമില്ല. ഇതെല്ലാം ഞങ്ങളെ പഠിപ്പിച്ചത് ഭഗവാൻ സത്യസായി ബാബയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഏകദേശം 2.5 ലക്ഷം ആളുകളുടെ പിന്തുണയോടുകൂടി സഹായത്തോടുകൂടി നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളത് നമ്മൾ മറ്റ് പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പ്രസ്ഥാനം വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ 2.5 ലക്ഷം ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുത്താൽ തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു മെമ്പർഷിപ്പുള്ള ഒരു പ്രസ്ഥാനമായി മാറി. പക്ഷേ മെമ്പർഷിപ്പ് ഞങ്ങൾ കൊടുക്കുന്നില്ല. പക്ഷേ 2.5 ലക്ഷം ആളുകളുടെ പിന്തുണ, അത് സാമ്പത്തികമായിട്ടുണ്ട്, അത് മനസ്സുകൊണ്ടുണ്ട്, പ്രാർത്ഥന കൊണ്ടുണ്ട്, ഒരുപാട് രീതിയിലുണ്ട്. അങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്.